ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ കുറച്ചായിട്ട് ഞാൻ ഫേസ് ടു ഫേസ് വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല, കുറച്ച് തിരക്കായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ട് കുറച്ച് പേര് എന്നോട് ചോദിച്ചായിരുന്നു, എങ്ങനെയാണ് നമുക്ക് മാക്സിമം ഒരു ദിവസം പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമുക്ക് പുതിയ റൂട്ടീൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, പുതിയ ഡിസിഷൻസ് എങ്ങനെ എടുക്കാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞാനിന്ന് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ എന്താണ് പ്രൊഡക്ടിവിറ്റി, അല്ല നിങ്ങൾ കേട്ടോ പ്രൊഡക്റ്റീവ് ലൈഫ്, പ്രൊഡക്റ്റീവ് ഡേ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ആക്ച്വലി പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ ഒരു ദിവസം അന്ന് സ്പെൻഡ് ചെയ്യണം. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ വിചാരിച്ചോ അതൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ 100% നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു ഡേ. അതായത് മാക്സിമം നമുക്ക് അതിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു. അതിനാണ് നമ്മൾ പറയാറുണ്ടായത് പ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മൾ ആ ദിവസം ഇരുന്നു എന്ന് പറയാൻ പറ്റുക. നമ്മളിപ്പോ പല കാര്യങ്ങളും നമ്മൾ ഒരു ദിവസം ചിലപ്പോൾ ചെയ്യാൻ വിചാരിക്കില്ല. ചിലപ്പോൾ നമ്മൾ അതിൽ പകുതി പോലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ടയർഡായി പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ലേസി ആയി പോകും. നമുക്ക് എങ്ങനെ അതിനൊന്ന് ആ ഒരു ഗോൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിച്ചോ അത് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. ഇത് എന്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തു വന്നപ്പോ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇതുപോലെ പുതിയതായിട്ട് ഒരു ഡിസിഷൻസ് എടുക്കാൻ തീരുമാനിക്കുന്ന ഒരാളാണെങ്കിൽ, പുതിയ കാര്യങ്ങൾ ചെയ്യണം, മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കണം എന്നുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കാട്ടോ. ഇത് ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കാര്യം കേട്ടോ നിങ്ങളുടെ ഹെൽത്ത്. ഹെൽത്ത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് ഇത്രയും ടാസ്ക് ഒരു ദിവസം ചെയ്യാനുണ്ട്. എന്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് ഒരു ദിവസം ഇപ്പൊ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ അല്ലെ, നമുക്കിങ്ങനെ ചുറ്റും വീടും ചുറ്റുപാടും നടന്ന് ചെയ്യാനുള്ള പണികളും ഉണ്ടായിരിക്കും അല്ലെ, നമുക്കപ്പൊ അതിനുള്ള എനർജി ഇല്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ചെയ്യാൻ പറ്റില്ല. ഒരു ഉച്ചയാകുമ്പോഴേക്കും ഞാൻ ആകെ ടയർഡാവും, എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഭയങ്കര ഭയങ്കര ക്ഷീണം, ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത്, പിന്നെ എനിക്ക് ഭയങ്കര ഹെയർ ഫാളും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി എന്തോ ഇഷ്യൂ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് കണ്ടപ്പോഴാണ് ഡോക്ടർ അയൺ ഡെഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പൊ ഞാൻ എന്തായാലും ഒരു കോഴ്സ് ഡോക്ടർ എനിക്ക് തന്ന ടാബ്ലറ്റ്സ് ഞാൻ എടുത്തു. അങ്ങനെ അതിൽ പിന്നെയാണ് കുറച്ചും കൂടെ ഒരു ഇമ്പ്രൂവ്മെന്റ് എനിക്ക് തോന്നിയത്. കാരണം ഇപ്പൊ മിക്ക ആളുകൾക്കും അയൺ ഡെഫിഷ്യൻസി ഉണ്ട്, നിങ്ങൾ അറിയണ്ടാവില്ല. എനിക്ക് ഭയങ്കര ഹെയർ ഫോൾ ഉണ്ടായിരുന്നു, ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഒരു സിംറ്റം ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു കേസിലാണെങ്കിൽ നിങ്ങൾക്ക് തീരെ വർക്ക് ചെയ്യാൻ പറ്റില്ല. തീരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്ത് കുറച്ച് കാര്യം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് തീരെ ടയർഡ് ആവും, നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് വൈറ്റമിൻസ്. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് അലർജിക് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. പൊതുവെ എനിക്ക് കുറച്ച് വീസിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. മുന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തതിന് ശേഷം ഇപ്പൊ ബെറ്റർ ആണ്. എനിക്ക് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് എടുത്ത സമയത്ത് ഡോക്ടർ ഡെയിലി എനിക്ക് വൈറ്റമിൻ സി തന്നിരുന്നു. വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇ എടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഒരിടയ്ക്ക് വെച്ച് ഞാനത് നിന്നുപോയി. പിന്നെയാണ് എനിക്ക് വീണ്ടും ചെറുതായിട്ട് ഈ ഇഷ്യൂസ് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത്. അപ്പൊ ഈ ഒരു കുറച്ച് ദിവസമായിട്ട് ഞാൻ എന്തെങ്കിലും വൈറ്റമിൻ സി എടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ അത് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര എനർജി ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക്. കാരണം നിങ്ങളുടെ ഹെൽത്തിൽ എന്തെങ്കിലും, നിങ്ങളുടെ ബോഡിയിലായാലും എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നല്ല, ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. നിങ്ങൾക്ക് അപ്പൊ സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വൈറ്റമിൻ സി നിങ്ങൾക്ക് എടുക്കാം, വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ. ഇപ്പൊ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ചാലൊക്കെ വൈറ്റമിൻ കിട്ടും എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾക്ക് ഡെയിലി വേണ്ട അത്ര ഡോസ് കഴിക്കുകയാണെങ്കിൽ അത് ചെറിയതായിട്ട് കഴിച്ചാലൊന്നും പോരാ, കുറച്ചധികം കഴിക്കേണ്ടി വരും. വൈറ്റമിൻ സി നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണ്. അത് ഭയങ്കരമായിട്ട് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഭയങ്കര ഹെൽത്ത് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് എടുക്കാം. പക്ഷെ ഞാൻ എന്റെ കേസിൽ പറയാൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ആസ്മയുടെ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ഡോക്ടർ ഡെയിലി തന്നിരുന്നു. അത് ഒരു ക്യൂറിങ്, നമ്മൾ ഒരു അസുഖം മാറുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടെ പ്രൊവൈഡ് ചെയ്യുന്നല്ലോ, എന്നാലല്ലേ ഇനി നമ്മൾക്ക് അല്ലെങ്കിൽ ഇനിയുള്ള അസുഖങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു നല്ലൊരു ഇതായിട്ടാട്ടോ ഞാനിപ്പോ വീണ്ടും എടുത്തു. ഇപ്പൊ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ഞാൻ വീണ്ടും എന്റെ രീതിയിൽ ഒരു കോഴ്സ്, ഒരു 15 ടാബ്ലറ്റ് ഉണ്ടാവും ഒരു ഇതിൽ, അത് ഞാൻ ഡെയിലി എടുക്കാറുണ്ടായിരുന്നു. ഞാൻ എന്റെ കേസാട്ടോ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പൊ അതിന്റെ ഇഷ്യൂ ഉണ്ടാവുന്നില്ല. എനിക്ക് എന്റെ കേസിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അടുത്ത രണ്ടാമതൊരു റുട്ടീൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ എണീക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് കേട്ടോ. അത് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടൊരു ചേഞ്ച് ആട്ടോ നമുക്ക് തരാന്നുള്ളത്. കാരണം ആ ഒരു സമയത്ത് എനിക്ക് നമുക്ക് മാക്സിമം എനർജി ഉണ്ടായിരിക്കും. മാക്സിമം അത് നമ്മൾ ഒരു സഡൻ പ്രോസസ് ആയിട്ട് ചെയ്യണം എന്നല്ല, എനിക്കും അത് സഡൻ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമില്ല. ഞാൻ നേരത്തെ എനിക്ക് ഒരാളൊന്നും ആയിരുന്നില്ല. അപ്പൊ അതൊക്കെ ഗ്രാജുവൽ ആയിട്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു പുതിയ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. പ്രത്യേകിച്ച് ഇങ്ങനെ ഇരിക്കാന്നുള്ളത്. അപ്പൊ നേരത്തെ എനിക്ക് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യും. നേരത്തെ എനിക്ക് അതിൻ്റെതായ നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. നേരത്തെ എനിക്ക് നമ്മളൊരു ദിവസം മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ടൈമും ഭയങ്കര എനർജിയും ഭയങ്കര പോസിറ്റീവ് തരുന്ന ടൈമാണ്. സൂര്യനെ കുറിച്ചൊരു ദിവസം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമും. അങ്ങനെ നിങ്ങൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാട്ടോ. പിന്നെ നേരത്തെ എനിക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചത് നേരത്തെ എനിക്ക് പാതിരാത്രി ഒന്ന് കിടക്കാം അങ്ങനെയല്ല.
നേരത്തെ ഇരിക്കണോടൊപ്പം തന്നെ നിങ്ങൾ നേരത്തെ കിടക്കും വേണം. കാരണം ആ ഒരു ഉറങ്ങാനുള്ള ഒരു ടൈം, ഞാൻ ബോഡിക്ക് വേണ്ട റെസ്റ്റ് നിങ്ങൾ എന്തായാലും കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾ ടയർഡായി പോകും. അത് എനിക്ക് പറ്റിയൊരു കാര്യമാണ്. ഞാൻ ആദ്യം എനിക്കും അതുപോലെ ഒറ്റ ദിവസം കൊണ്ടല്ല കേട്ടോ ഞാൻ നേരത്തെ എനിക്കാ തുടങ്ങിയത്. ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് കുറെ ഷെഡ്യൂൾ അല്ലെങ്കിൽ വർക്കൊക്കെ ഉള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്തു, നേരത്തെ എനിക്ക് നേരം വൈകി കിടക്കും. അപ്പൊ അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തീരെ പറ്റാതെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നേരത്തെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തായാലും നേരത്തെ കിടക്കാനായിട്ട് ശ്രദ്ധിക്കാം. മാക്സിമം ഒരു 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങാനായിട്ട് നിങ്ങൾ ശ്രമിക്കും. അതുപോലെ തന്നെ നിങ്ങളിപ്പോ രാത്രിയൊക്കെ ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഉറങ്ങണതിന് മുന്നേ ഒരു 1 മണിക്കൂർ മുന്നോ 2 മണിക്കൂർ മുന്നോ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക. അതിന് ശേഷം ഒന്ന് കിടന്നുറങ്ങാം കേട്ടോ. അപ്പൊ ബോഡി ഭയങ്കര റിലാക്സ് ആവും, നിങ്ങൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനായിട്ട് പറ്റും. അടുത്ത മൂന്നാമത്തേത് ഏറ്റവും നിങ്ങൾ കേട്ടിട്ടുള്ളതും പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സസൈസ് ചെയ്യുക, എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും വർക്കൗട്ട് ചെയ്യുക. പക്ഷെ അത് നിങ്ങൾ വിചാരിക്കും ഇത്ര വലിയ സംഭവമാണ്, പക്ഷെ അത് ആക്ച്വലി അത്ര ഒരു സംഭവം തന്നെയാണ് കേട്ടോ. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ മോർണിംഗ് എണീറ്റ് വരുമ്പോൾ നമ്മൾ എന്താ റെസ്റ്റിംഗ് ഫേസിൽ നിന്നാണ് എണീറ്റ് വരുന്നത്. റെസ്റ്റിംഗ് ഫേസിൽ നിന്ന് നമുക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണം, ഒരു ആക്റ്റീവ് ഫേസിലേക്ക് നമുക്ക് വരണം. ആ ഒരു ചേഞ്ച് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ഒരു കാര്യമാണ് ഒരു എക്സസൈസ്. നമ്മുടെ ബോഡി ഒന്ന് ഹീറ്റ് ആയെടുക്കുക. നമ്മുടെ ബോഡി കോൾഡ് ആയിട്ട് ഇങ്ങനെ വീക്ക് ആയിട്ട് ഇരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ നമ്മളൊന്ന് ഹീറ്റ് അപ്പ് ചെയ്ത് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ബോഡി നമ്മുടെ മൈൻഡും ഒക്കെ ഒന്ന് റീഫ്രഷ് ആവും. കാലത്തെ എക്സസൈസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്റെ കേസിൽ ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യലില്ല. എന്നാലും മാക്സിമം ഞാൻ വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് അത്ര ചെയ്യലുള്ളൂ. പക്ഷെ ഒരു 4 days 5 days ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളും അതുപോലെ ചെയ്യാൻ നോക്കുക. അത് ഈ ജിമ്മിൽ പോയിട്ട് ഹെവി വർക്കൗട്ട് ചെയ്യണോ അങ്ങനെയൊന്നല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും എക്സസൈസ് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ കുറെ വീഡിയോസ് കാണാം. സിമ്പിൾ ആയിട്ട് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ഒരിടയ്ക്ക് ഞാൻ റെഗുലർ ആയിട്ട് ബെല്ലി വർക്കൗട്ട് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ അത് നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ കാലത്ത് നേരില്ല എന്ന് വെച്ചാൽ ഞാൻ ചെയ്യാറുള്ള ഒരു ചെറിയ കാര്യം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പൊതുവെ അലർജി ആസ്മ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. രാത്രി ഞാൻ എസിയിലാണ് ഇവിടെ കിടക്കല്. ഇവിടെ യുഎയിലാണ്, അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്, രാത്രി ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ഞാന് കാലത്ത് എനിക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടയർഡായിരിക്കും. നമുക്കറിയാലോ എസിയിലൊക്കെ കിടന്ന്. പൊതുവെ എന്റെ കേസിൽ എനിക്ക് പൊതുവെ ഇത്തിരി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. കാലത്ത് എനിക്ക് വരുമ്പോ ആകെ ഒരു ഡൗൺ ആയിട്ടായിട്ട് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് നേരെ പോയി ആവി പിടിക്കും. ആവി പിടിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് ആവും. എന്ന് വെച്ചാൽ നല്ലൊരു ഉന്മേഷം കിട്ടുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ജസ്റ്റ് പോയി ഇത്തിരി ആവി പിടിക്കും. അത് മാത്രമല്ല, ചെസ്റ്റില്ല നമ്മുടെ നെഞ്ചിന്റെ ഭാഗം ഉണ്ടല്ലോ, ചെസ്റ്റിലും ബാക്ക് സൈഡും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആവി കൊള്ളിച്ചൊന്ന് ചൂടാക്കും. നല്ലൊരു സുഖം ഉണ്ടാവും. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. ആവി പിടിക്കുന്നത് നല്ലല്ലേ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആവി പിടിക്കുക. ഒപ്പം തന്നെ ചെസ്റ്റിന്റെ അവിടെ നെഞ്ചിന്റെ അവിടെയും ബാക്ക് സൈഡും കൂടെ ഒന്ന് ആവി കൊള്ളിക്കാം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ കാലത്ത് തന്നെ കുളിക്കുക, നേരത്തെ എനിക്ക് കുളിക്കാന്നുള്ളത്. അപ്പൊ നിങ്ങൾ നേരത്തെ എനിക്ക് ആയി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ കാലത്ത് തന്നെ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നല്ലൊരു എനർജി ഉണ്ടാവും. ഞാൻ ഈ പറയുന്നത് എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു റുട്ടീനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ കാലത്ത് നിങ്ങൾ എനിക്ക് ഒരു എക്സസൈസ് ഒക്കെ ചെയ്തതിന് ശേഷം അത് നല്ലൊരു എനർജി ആയിട്ട് നിങ്ങൾ കുളിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ നല്ല ഒരു പോസിറ്റീവായിട്ട് നല്ലൊരു എനർജറ്റിക് മൂഡിലായിരിക്കും കേട്ടോ നിങ്ങൾ. അപ്പൊ ഈ ഒരു റുട്ടീൻ പോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ കാലത്ത് തന്നെ നേരത്തെ കുളിക്കുക. പിന്നെ നിങ്ങൾ കുളിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് നിങ്ങൾ തണുത്തവെള്ളത്തിൽ കുളിക്കുക. തണുത്തവെള്ളം ഞാൻ അങ്ങനെ വായിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത്. അതുകൊണ്ട് പറയുന്നത്, നമ്മൾ തണുത്തവെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മുടെ ബോഡിനെ റിവൈവ് ചെയ്യുക, ഒരു റെജുനേറ്റ് ചെയ്യുക, എനർജി പ്രൊവൈഡ് ചെയ്യുന്ന പോലെയാണ് തണുത്ത വെള്ളത്തിൽ കുളിക്കുക. ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള വേദനകളൊക്കെ മാറാം, അത് നമുക്കറിയാലോ. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നിങ്ങൾ രാത്രി കുളിക്കുന്നതാണ് നല്ലത്. കാരണം ആ റെസ്റ്റിംഗ് ഫേസിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കേണ്ടതെന്ന് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചിട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കാലത്ത് എപ്പോഴും ഒരു ഉന്മേഷത്തിന് നമ്മൾ ഒരു പുതിയ ദിവസം സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഒരു ആക്റ്റീവ് ആയിട്ട് ഇരിക്കണല്ലോ. അപ്പൊ കാലത്ത് നിങ്ങൾ എപ്പോഴും തണുത്തവെള്ളത്തിൽ കുളിക്കുക. ഈവനിങ് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ അപ്പൊ റെസ്റ്റിംഗ് മോഡിക്കാ പോകണം. നിങ്ങൾ ഇനി അന്നത്തെ ദിവസത്തെ എല്ലാ ടാസ്കും കഴിഞ്ഞ് നിങ്ങൾ ഉറങ്ങാൻ പോകും. അപ്പൊ രാത്രി ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് കിടക്കുക. അതായിരിക്കും നല്ലത് കേട്ടോ. ഇനി അടുത്ത നിങ്ങൾക്ക് മോർണിംഗിൽ ഒരു ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് ഡേ ലൈറ്റ്. ഡേ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ ആണെങ്കിലും ഫുൾ എന്താ ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് ആണ്. നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് എനർജി ആണ്, മാക്സിമം ആക്റ്റീവ് ആയിട്ട് ഇരിക്കേണ്ടത് നിങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള ഒരു ആംബിയൻസ് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല അല്ലെ. അതായത് ഇപ്പൊ ആകെ ഒരു ലൈറ്റ് ഇല്ല, ആകെ ഡിമ്മായിട്ടുള്ള ഒരു ഇങ്ങനെ നമ്മുടെ ഐസ് തന്നെ ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മുടെ ബ്രെയിനിലേക്ക് സെൻസസ് കൊടുക്കുന്നത് അല്ലെ. രാത്രിയാകുമ്പോൾ ലൈറ്റ് കുറയും അല്ലെ. അതൊക്കെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ് ആട്ടോ. അപ്പൊ നിങ്ങൾ മാക്സിമം ലൈറ്റ്, ഇപ്പൊ നമ്മൾ അകത്തിരിക്കുന്ന പോലെയല്ല, നമ്മൾ ചൂടത്തേക്കല്ലേ, പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഒന്ന് മാറും അല്ലെ. അതുപോലെ തന്നെയാണ് ഈ ഇരുട്ടത്ത് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ മൈൻഡും അതുപോലെ തന്നെ അതിനനുസരിച്ച് സെറ്റ്. അപ്പൊ എന്റെ കേസിൽ ഞങ്ങൾ ഇവിടെ ഒക്കെ ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വീഡിയോയിൽ പറയാറുണ്ട്, കാലത്ത് എനിക്കൊന്നും ഞാൻ ഫസ്റ്റ്
ചെയ്യുന്ന ഒരു കാര്യമാണ് കർട്ടൻസ് തുറന്നിടാം, വിൻഡോസ് ഓപ്പൺ ചെയ്തിടാം. ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് ഡേ ലൈറ്റ്, അതുപോലെ തന്നെ എയർ സർക്കുലേഷൻ. നിങ്ങളുടെ റൂമിൽ മാക്സിമം എയർ കാലത്ത് തന്നെ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾ ഈ അപ്പാർട്ട്മെന്റ്സിലൊക്കെ ആണെങ്കിൽ നിങ്ങളും ഇതുപോലെ ചിലപ്പോൾ തുറന്നിടാനൊക്കെ മടിയുണ്ട്. എന്നാലും നിങ്ങൾ തുറന്നിടുക, തുറന്നിട്ട കർട്ടൻസ് തുറന്നിടുക, ജനാലുകളും തുറന്നിടാം. മാക്സിമം എയറും ലൈറ്റും റൂമിനുള്ളിലേക്ക് വരണം. അതും ഒരു ആക്റ്റീവായിട്ട് ഇരിക്കാനുള്ള ഒരു അടുത്ത പോയിന്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ എന്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു ചേഞ്ച് എനിക്ക് തോന്നിയിട്ടുണ്ടാകും, ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് കേട്ടോ ക്യാൻഡിൽസ് അല്ലെങ്കിൽ ലൈറ്റ്. അല്ലെ, കാലത്ത് എനിക്ക് ഞാൻ ഒരു വിളക്ക് കത്തിക്കുക, വിളക്കെന്ന് തന്നെ ഞാൻ പറയുന്നില്ലേ, ഞാൻ അതിനെ മതപരമായിട്ട് പറയുന്നതല്ല, പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യമാണ് ലൈറ്റ്. ഇപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ കണ്ടല്ലേ, ക്യാൻഡിൽസിനെ ചുറ്റും ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനെ പറയാറുണ്ട്, നമുക്ക് ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു വെളിച്ചം പറഞ്ഞ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ റൂമിലൊക്കെ ക്യാൻഡിൽസ് ഒക്കെ കത്തിച്ചു വെക്കണല്ലേ, അപ്പൊ കത്തിച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, അങ്ങനെ തീ പിടിക്കാൻ പറ്റുന്ന സ്ഥലത്തൊന്നും വെക്കാതെ റൂമിലൊരു ഒരു നിങ്ങളുടെ റൂമിന്റെ ആംബിയൻസ് ഒന്ന് എലിവേറ്റ് ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ സെന്റഡ് ക്യാൻഡിൽസ് ഒക്കെ, മണമുള്ള ക്യാൻഡിൽസും സ്മെല്ലൊക്കെ നമ്മൾ റൂമിൽ വെക്കല്ലോ. ഞാനൊരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട് കേട്ടോ, നല്ലൊരു സ്മെല്ല് അല്ലെങ്കിൽ നല്ലൊരു ലൈറ്റിങ്ങിന്, ലൈറ്റുള്ള ഒരു ആംബിയൻസ് നമ്മളെ ബോഡിയിൽ ഗുഡ് ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് ഞാൻ വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അത് നമ്മുടെ മൂഡിന് അല്ലെങ്കിൽ നമ്മുടെ റൂമിന്റെ ഒരു ആംബിയൻസിനെ എലിവേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വേറെ ഒരു ഇൻസ്പിറേഷൻ വേണമെന്നുണ്ടെങ്കിൽ റൂമിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് ചെയ്യാനുള്ള ഒരു എനർജി, ഒരു മൂഡൊക്കെ ഉണ്ടാവും. അപ്പൊ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, എന്റെ ഈ വീഡിയോസിലൊക്കെ ഞാൻ കുടിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാൻ കാലത്ത് എനിക്ക് ഒരു ഡീടോക്സ് ഡ്രിങ്ക് കുടിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ABC ജ്യൂസ് ആയിരുന്നു കുടിച്ചിരുന്നത് ഒരിടയ്ക്ക്, ഇപ്പൊ ഞാൻ ലെമൺ ജ്യൂസ് ആണ് കുടിക്കുന്നത്. നല്ലൊരു ഡീടോക്സ് ഡ്രിങ്ക് ആണ് കേട്ടോ അത്. വെറുതെ ചൂടുവെള്ളത്തിൽ ഇത്തിരി നാരങ്ങ പിഴിഞ്ഞ് വെച്ച് കുടിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ഏത് ഡീടോക്സ് ഡ്രിങ്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കുടിക്കാം. കുറെ ടൈപ്പ് ഡീടോക്സ് ഡ്രിങ്ക് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കുടിക്കാം. പക്ഷെ കാലത്ത് തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും കുടിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ചായയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാം. ഞാൻ അങ്ങനെയാണ്, എനിക്കാണെങ്കിൽ ചായ ഭയങ്കര ഇഷ്ടമാണ്, കട്ടൻ ചായ. അപ്പൊ ഞാൻ പക്ഷെ ഫസ്റ്റ് തന്നെ ഇതുപോലെ നെയ്യ് കുടിച്ചതിന് ശേഷമാണ്, പിന്നെയാണ് കേട്ടോ ലേറ്റർ ആണ് ഞാൻ കട്ടൻ ചായ കുടിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യമാണ് വെള്ളം, വാട്ടർ ഇൻടേക്ക്. ഹൈഡ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ പറയുമ്പോൾ ഭയങ്കര ക്ലീഷേ ആയിട്ട് തോന്നും, പക്ഷെ അത് കുടിച്ചു വരുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് അറിയാം. നിങ്ങളിപ്പോ എത്ര വെള്ളം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾ കുടിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. നിങ്ങൾ മാക്സിമം ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര തിരക്കിനിടയിൽ നിങ്ങൾ അത്ര കുടിക്കണ്ടാവില്ല. ഒരു 25 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം മിനിമം കുടിക്കണം എന്നാണ് പറയാ. 25-ന് 1 ലിറ്റർ അങ്ങനെയാണ് പറയല്. അപ്പൊ അതിനനുസരിച്ചാണ് നിങ്ങൾ കാൽക്കുലേറ്റ് എത്ര കുടിക്കണമെന്ന്. നിങ്ങൾ കുടിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവട്ടെ. നിങ്ങൾ കുടിക്കാണ്ടിരിക്കുമ്പോഴും കുടിച്ചിട്ടും ഇതിന് ശേഷമുള്ള ഒരു വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. നിങ്ങൾ മാക്സിമം ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുക, അതും നിങ്ങൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്തത് പറയാൻ പോകുന്ന കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നിങ്ങളുടെ ഫുഡ്. ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ദിവസത്തിൽ ചെയ്യാവുന്നതാ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ എനർജിയും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഫുഡാണ്. നിങ്ങൾക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ന്യൂട്രിയൻസും അതുപോലെ വൈറ്റമിൻസും കാപ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡിൽ നിന്നാണ്. അപ്പൊ അതിന് സഫീഷ്യന്റ് ആയിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കുക. അപ്പൊ നമ്മുടെ ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ചോറ് തിന്നുന്ന ഒരാളാണ്. ചോറ് മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നെങ്കിൽ ആ ഒരു ശീലം ഒന്ന് മാറ്റുന്നത് ഞാൻ പറയട്ടോ. അത് ഞാൻ ചോറൊക്കെ ഭയങ്കര ഓവറായിട്ടൊന്നും ഫുഡ്, ഞാൻ ഭയങ്കര ചോറ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഇഷ്ടം പോലെ ചോറ് വാരിത്തിന്നു, ചോറ് വാരിത്തിന്നു വയറ് മാത്രം ചാടി വരുമായിരുന്നു. ഇപ്പൊ ഞാൻ ചോറ് ഇത്തിരി കുറച്ച് പോർഷൻ, ആവശ്യമുള്ള പോർഷന് ചോറ്, ആവശ്യത്തിന് പോർഷൻ കറി, ബാക്കി എല്ലാ കാര്യങ്ങളും തിരിച്ച് ഡെയിലി ഇൻക്ലൂഡ് ആക്കാറുണ്ട്. കാരണം നമ്മൾ ചോറിൽ മെയിൻ ആയിട്ടുള്ളത് ഷുഗറാണ്, കാർബോഹൈഡ്രേറ്റ് ആണ്. നിങ്ങൾക്ക് കൂടുതൽ ഒരു ദിവസം നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, അതുപോലെ വൈറ്റമിൻസ് എല്ലാം നിങ്ങൾക്ക് ഒരു പോർഷൻ നിങ്ങൾ ഒരു ഫുഡിൽ ഡെയിലി നിങ്ങൾ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഞാനാണെങ്കിലും ഡെയിലി കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്, പച്ചക്കറി കഴിക്കാറുണ്ട്, കുറച്ച് പൾസസ് കഴിക്കാറുണ്ട്, മുട്ട കഴിക്കാറുണ്ട്. ഡെയിലി ഞാൻ മുട്ട പുഴുങ്ങി കഴിക്കാറുണ്ട്. മുട്ട കഴിക്കാൻ നിങ്ങളൊരു ശീലം, നല്ലൊരു ശീലമാണ്, കാരണം നല്ലൊരു സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. നിങ്ങൾ ഡെയിലി മുട്ടയോ അതുപോലെ നെയ്യ് കഴിച്ച് കഴിഞ്ഞാൽ സഫീഷ്യന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കയ്യിൽ കിട്ടും. മുട്ടയ്ക്ക് നിങ്ങൾ കഴിക്കണമെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമിൽ കഴിക്കണമായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പൊ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു 2 പുഴുങ്ങിയ മുട്ട കഴിക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യണം. ഞാൻ അങ്ങനെ കഴിക്കല്, പുഴുങ്ങി കഴിക്കുക. ഒരു 2 മുട്ടയൊക്കെ 2-3 വെള്ളം കൂടുതൽ കഴിക്കാൻ നോക്കാം. മഞ്ഞ കുറച്ചാലും കുഴപ്പമില്ല, വെള്ളം കൂടുതൽ കഴിക്കുക. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ പഠിച്ചതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാനൊരു പുതിയ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കാൻ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ചെയ്ത് കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇതിന് പറഞ്ഞ പോലെ കുറച്ച് പുതിയ റൂട്ടീൻസും പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക.
നിങ്ങൾക്ക് അതിനെ കൊണ്ടൊക്കെ പറ്റും. പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങളായിട്ട് പുതിയ കാര്യങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അതുപോലെ തന്നെ എനിക്ക് വേറെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ചോദിച്ചിട്ട്. അത് പറ്റുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാം പറയുന്ന പോലെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കുക. അപ്പൊ ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.